ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. നാളെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരം തന്നെ പാകിസ്ഥാനുമായിട്ട് തോൽക്കേണ്ടതായിരുന്നു. അവസാന നിമിഷമാണ് കളി ജയിച്ചത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ടീം ഒരുക്കമല്ല. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ബാറ്റിങ്ങിലാണ് പ്രധാനമായിട്ടും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ 119 റൺസ് മാത്രമേ ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയും റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ടീം ഒരുക്കമല്ല. അപ്പോൾ നാളത്തെ ഇന്ത്യ USA മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി അമേരിക്കൻ ടീമിനെ പരിഗണിച്ചാൽ അമേരിക്ക കളിച്ച 2 മാച്ചിലും ജയിച്ചിട്ടാണ് വരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനമാണ് അമേരിക്ക ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അവരെ നിസ്സാരക്കാരായിട്ട് കാണാൻ സാധിക്കില്ല. ശരിക്ക് കളിച്ചില്ലെങ്കിൽ ഇന്ത്യയും തോൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. പ്രധാനമായും ബാറ്റിങ്ങിലാണ് രോഹിത് ശർമ്മ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ടീമിൽ മാറ്റം വരുമെന്ന് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം ഓപ്പണിംഗ് ആണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് ഓപ്പണിങ്ങിൽ കളിക്കുന്നത്. കോഹ്ലി ഫോം ആകുന്നില്ല. ഒരുപക്ഷെ ഓപ്പണിങ്ങിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ടീമിൽ ഫ്ലോപ്പായിട്ട് നിൽക്കുന്നത് ശിവൻ ദുബെയാണ്. ദുബെയാണെങ്കിൽ ബൗളിംഗ് ചെയ്യുന്നില്ല. അതുപോലെ ബാറ്റിങ്ങിലും ഫ്ലോപ്പാണ്. ഇനി ഫീൽഡിങ്ങിലാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ മത്സരത്തിൽ നിർണായക ക്യാച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത മാച്ചിൽ ശിവൻ ദുബെ കളിക്കില്ല. പകരം സഞ്ജുവിനെ ഇറക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യകുമാർ, ഋഷഭ് പന്ത്, സഞ്ജു പാണ്ഡ്യ, ജഡേജ, ബുംറ, അക്ഷർ പട്ടേൽ, ഹർഷദീപ് സിംഗ്, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ USA ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.